നന്ദി 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 നന്ദി. അവിടുത്തെ സ്നേഹത്തിന് നന്ദി. ആരും ഈ സമയങ്ങളിൽ ആരാധനയുടെ പ്രാരംഭ നിമിഷങ്ങൾ അലക്ഷ്യമായിരിക്കാതെ എല്ലാ അതരങ്ങളെ ഒന്ന് തുറന്ന് നിങ്ങളെ നടത്തിയ വഴികളേക്ക് ഒന്ന് ഓർക്കാൻ കഴിയുന്നവർ ഓർത്ത് കർത്താവിനൊന്ന് നന്ദി പറയാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി അപ്പാ. അവിടുത്തെ സ്നേഹത്തിന് നന്ദി. ഹൃദയം തുറന്നു പറയാൻ കഴിയും, കർത്താവേ അവിടുന്ന് കൂടെ ഉള്ളത് കൊണ്ട്, അവിടുന്ന് ഞങ്ങളെ കൈവിടാത്തത് കൊണ്ട്, അവിടുന്ന് ഞങ്ങളെ മറന്ന് കളയാത്തത് കൊണ്ട്, ഇന്നും പകലിലും ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ള പലരും വീണുപോയപ്പോ ഇന്ന് പകലിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം അവിടുത്തെ കൃപയാന്ന് പറയാ. ഓ നന്ദി യേശുവേ, ഓ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി 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 നാഥ. അളവില്ല സ്നേഹത്തിനാ പാട നന്ദി നന്ദി. അതിനും പറയുന്നു, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് കേട്ടോ. അളവില്ല സ്നേഹത്തിനാ നന്ദി. ഓ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ തിരുക്കരം തിരുക്കരം എന്നെ താങ്ങി. വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യാൻ ബലമെന്നിൽ നൽകിയ തിരുക്കരം എന്നെ താങ്ങി. തിരുക്കരം എന്നെ താങ്ങി. വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യാൻ, മുൻപോട്ട് യാത്ര ചെയ്യാൻ ബലമെന്നിൽ യേശുവേ. അളവില്ലാത്ത സ്നേഹത്തിന്, അളവില്ല സ്നേഹത്തിനാ നന്ദിയപ്പാ. നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ ഒരിക്കൽ കൂടെ യേശുവേ. അളവില്ല ആ സ്നേഹം അനുഭവിക്കുന്നവർ അതരങ്ങളെ തുറന്ന് നന്ദി. ഓ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച
സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും പാടുക, തള്ളിയവർ മധ്യയിലും, തള്ളിയവർ മധ്യയിലും മേശയൊരുക്കി, മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. ശബ്ദമുയർത്തി, ഓ യേശുവേ, യേശുവേ, നന്ദി 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 നാഥ. അളവില്ലാത്ത സ്നേഹത്തിനാ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി. അവിടുത്തെ സ്നേഹത്തിന് നന്ദി അപ്പാ. അളവില്ല സ്നേഹത്തിനാ. ഒരിക്കൽ കൂടെ യേശുവേ, ഓ യേശുവേ, യേശുവേ, ഓ യേശുവേ, യേശുവേ, നന്ദി അപ്പാ. നന്ദി നന്ദി നാഥ. അളവില്ലാത്ത സ്നേഹത്തിനാൽ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. ഇന്ന് പകൽ ഹൃദയം തുറന്നു പറയാൻ കഴിയണം, ആ തിരുക്കരം എന്നെ താങ്ങിയത് കൊണ്ട്, ആ തിരുക്കരം എന്നെ താങ്ങിയത് കൊണ്ട് മാത്രം. വൻ പ്രതികൂലങ്ങൾ മുമ്പിൽ നിന്നപ്പോ കർത്താവെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കരഞ്ഞ സാഹചര്യത്തിന് നടുവിൽ ഇന്നും പകൽ ദൈവമക്കൾക്ക് ഹൃദയം തുറന്നു പറയാൻ കഴിയും, മറ്റൊന്നും കൊണ്ടല്ല, ആ തിരുക്കരം എന്നെ താങ്ങിയത് കൊണ്ട്, ആ തിരുക്കരം എന്നെ താങ്ങിയത് കൊണ്ട്. ഇന്ന് പകൽ ദൈവം നടത്തിയവർക്ക് മൗനമായി ഇരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ആരെങ്കിലും ഈ ഹോളിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറയണേ. ഒരു പ്രതികൂലത്തിന്റെ നടുവിലും നീ തകർന്നു പോകത്തില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ തിരുക്കരം എന്നെ താങ്ങുന്നത് കൊണ്ട്, ആ തിരുക്കരം എന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഇന്നും പകലിലും ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല കേട്ടോ. കാരണം ആ തിരുക്കരം എന്നെ താങ്ങുന്ന കരമാണ്. ഇന്ന് പകൽ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു തിരുക്കരം നിന്നെ താങ്ങുകയാണ്. ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയോ? ഇന്ന് പകലിലും ഓ പ്രബലഘടകൾ. Oh Jesus, hallelujah. Oh hallelujah, hallelujah, hallelujah. മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇന്ന് പകൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഒരു തിരുക്കരം നിന്നെ താങ്ങുകയാണ്. ഓ ഒരു തിരുക്കരം ഇന്ന് പകൽ നിന്നെ താങ്ങുകയാണ്. ഇന്ന് പകൽ വൻ പ്രതികൂലത്തിന്റെ നടുവിൽ തകർന്നു പോകാനല്ല അവൻ നമ്മളെ വിളിച്ചത്. അതിന്റെ നടുവിലൂടെ, അതിന്റെ മുകളിലൂടെ ഇന്ന് പകലിലും ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് പറയാം, കർത്താവിന് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. ഹല്ലേലൂയ.
ഇന്ന് പകലിലും ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുമ്പോൾ അവൻ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഓ ഹല്ലേലൂയ, എത്ര സ്തോത്രം പറഞ്ഞാൽ മതിയാകും, എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ കരം എന്നെ താങ്ങിയത് കൊണ്ട്. ഇന്ന് പകലും അത് പറയാൻ ഉറപ്പുള്ള ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടോ? ഞാൻ മുന്നോട്ട് പോയത് എന്റെ ആരോഗ്യം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, ആ തിരുക്കരം എന്നെ താങ്ങിയത് കൊണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകയ്ക്കുന്നവർ മുൻപിലുണ്ടായിരുന്നു, അവൻ തള്ളിക്കളഞ്ഞവർ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഇന്ന് വരെ തകർന്നു പോകാതിരുന്നത് വചനം പറയുന്നു, അവൻ ശത്രുക്കൾ കാണെ മേശ ഒരുക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിന് ശത്രു നിന്റെ ചുറ്റു നിന്റെ തകർച്ച കാണാൻ നിന്നാലും ഇന്ന് പകലും എന്നെ തകർക്കാത്ത അവൻ, ഇന്ന് പകലും ഇന്ന് പകലും എന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല കർത്താവ് എനിക്കുള്ളത് കൊണ്ട് അവൻ ആധരങ്ങളെ തുറന്ന് നന്ദി അപ്പാ, ഓ നന്ദി നന്ദി നാദാ, അളവില്ല നന്ദി കർത്താവേ. ഓ നന്ദി നന്ദി നാദാ, അളവില്ലാത്ത സ്നേഹത്തിന്, അളവില്ല യേശുവേ എന്ന് വിളിക്കണം. ഇന്ന് പകലിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഹോളിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് വലിയ പ്രാർത്ഥനകളൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ സാന്നിധ്യം വെളിപ്പെടുന്നു എന്ന് തോന്നിയാൽ സ്നേഹത്തോടെ പറയാം, അടുത്ത സെക്കൻഡിൽ മൗനമായിട്ടിരിക്കല്ലേ. ദൈവം ഇവിടെ ഉണ്ട്. ഇന്ന് പകലിൽ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവ പൈതൽ ഇന്ന് പകലിൽ മൗനമായിട്ടിരിക്കല്ലേ. യേശുവേ എന്ന് വിളിക്കണം. ആരാധനയിൽ യേശുവേ എന്ന് വിളിക്കണം. നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം യേശുവാണ്. നിന്റെ സകല വിഷയത്തിന്റെ പരിഹാരം യേശുവാണ്. നിന്റെ സകല ചോദ്യത്തിന്റെയും ആൻസർ യേശുവാണ്. ഇന്ന് പകൽ യേശുവേ എന്ന് വിളി. ഓ ജീസസ്, ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ യേശുവേ എന്ന് വിളിച്ചു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വലിയൊരു ബഹളം കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. ഇന്ന് പകലും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ മറ്റൊന്നും അല്ല, കർത്താവ് ഇന്ന് പകലിൽ ഇതിന്റെ നടുവിലുണ്ട്. യേശു ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയാൻ തുടങ്ങി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം, അവൻ യേശുവേ എന്ന് വിളിച്ചപ്പോ അവൻ ആ തിരക്കിന്റെ നടുവിൽ, ആ ബഹളത്തിന്റെ നടുവിൽ കർത്താവ് നിന്നെങ്കിൽ ഇന്ന് പകലിലും നിന്റെ വിളി കേട്ട് നിൽക്കുന്ന ഒരു നല്ല കർത്താവ്. ഓ ജീസസ്, വിളിച്ചോ 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 വിളിച്ചോ, ആദരങ്ങളെ തുറന്ന് വിളി, യേശുവേ എന്ന് വിളി. ഇന്ന് പകലിൽ അവൻ ഇന്ന് പകൽ നിന്റെ വിളി കേട്ട് നിന്നാൽ നിന്റെ ഇരുട്ട് ഇന്ന് പകൽ മാറും. നിന്റെ അന്ധത ഇന്ന് പകൽ മാറും. നിന്റെ അവസ്ഥകൾ ഇന്ന് പകൽ മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇരുട്ടിനകത്ത് ഇരുന്നോണ്ടാ വിളിച്ചേ, പ്രശ്നത്തിനകത്ത് ഇരുന്നോണ്ടാ വിളിച്ചേന്ന്. അവനൊരു ഭിക്ഷയാചകനായിരുന്നു. അവൻ ഭിക്ഷ യാചിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവനെ കണ്ണു കാണാൻ പറ്റത്തില്ലായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ അവനുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോ, അവൻ യേശുവേ എന്ന് വിളിച്ചപ്പോ അടുത്ത സെക്കൻഡിൽ അവന്റെ കണ്ണിനെ ദൈവം തുറന്നെങ്കിൽ ഇന്ന് പകലിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും നീ ആയിരിക്കുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ച ഇന്ന് പകൽ നിന്റെ സ്ഥിതികളെ മാറ്റുന്ന, നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ ഇരുട്ടിനെ മാറ്റുന്ന കർത്താവ് ഇന്ന് പകലിൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷക്തന്മാരെല്ലാം ആരാധിക്കുമ്പോൾ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ മൗനമായിട്ട് ഇരിക്കല്ലേ കേട്ടോ. അടുത്ത സെക്കൻഡിൽ മിണ്ടാതിരിക്കരുത് കേട്ടോ. നിന്റെ ആദരത്തെ തുറന്ന് യേശുവേ എന്ന് വിളിക്കണോ, യേശുവേ എന്ന് വിളിക്കണോ, യേശുവേ എന്ന് വിളിക്കണോ. ഇന്ന് പകൽ അവൻ കരുണയുള്ള ദൈവമാണ്. നിന്റെ വിളി കേട്ടിട്ടും കേൾക്കാതെ പോകുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. എന്റെ വിളി കേട്ട് നിൽക്കുന്ന ഒരു കർത്താവിനെ. ഓ ജീസസ്, ഹല്ലേലൂയ. ഒറ്റ വിളിക്കകത്ത്, ഹല്ലേലൂയ, ഒറ്റ വിളിക്കകത്ത് അവന്റെ ചരിത്രം മാറി.
ലോകം അവൻ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഭിക്ഷയാചിക്കുന്നവനാണ്, അവൻ കണ്ണു കാണാത്തവനാണ്, അവൻ ഭിക്ഷയാചകനാണ്. എന്നാൽ ഇന്ന് പകൽ അവൻ വിളിക്കേണ്ട പോലെ വിളിച്ചപ്പോ ഇനി അവൻ ഭിക്ഷയാചകനല്ല, ഇനി അവൻ കണ്ണു കാണാത്തവനല്ല. ഇന്ന് പകലിൽ ഇനി അവൻ സൗഖ്യമായവനാണ്, ദൈവം തൊട്ടവനാണ്. ഇന്ന് പകലിൽ വിളിച്ചോ, നിന്റെ സ്ഥിതിഗതികൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളീ പലരും സാന്നിധ്യം വെളിപ്പെടുമ്പോഴും മിണ്ടാതെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യന്റെ അകത്ത് ആഗ്രഹം പതിവ് പോലെ അല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പുള്ളിക്ക് ഉടനെ അറിയണം ഇതാരാന്ന് അറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ എന്തോ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒന്ന് അറിയാൻ ഒരു ആഗ്രഹം അകത്തുനിന്ന് വരട്ടെ. ഇന്ന് പകലിൽ ഓ ജീസസ് വിളിക്ക്, ആദരങ്ങളെ തുറന്ന് വിളി, യേശുവേ എന്ന് വിളി. അവൻ ഇന്ന് പകൽ ഹല്ലേലൂയ, ഓ ജീസസ് ഹല്ലേലൂയ, യേശുവേ, യേശുവേ നന്ദി നന്ദി നാഥ, അളവില്ല നന്ദി കർത്താവേ, നന്ദി നന്ദി, ഓ അളവില്ല സ്നേഹത്തിനാ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തെയൊക്കെ തിരിച്ചറിഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പം സാഹചര്യം എല്ലാം അനുകൂലമാണെന്ന് വിചാരിക്കരുത്. ഒരു പക്ഷെ അടുത്തിരിക്കുന്ന ആള് പറയും മിണ്ടാതിരിക്കുക, നിന്റെ പ്രശ്നം നിന്നോട് പറയും മിണ്ടാതിരിക്കാൻ. ഇന്ന് പകൽ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് ആ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിക്കാമെങ്കിൽ ഇന്ന് പകലിലും ആ സാന്നിധ്യം നമ്മളോട് പ്രതികരിക്കും. ഹല്ലേലൂയ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ദൈവം സർവശക്തനാണ്. പറ, നമ്മുടെ ദൈവം സർവശക്തനാണ്. പറ, എന്റെ ദൈവം സർവശക്തനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലും നാം ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്, നമ്മളെ എപ്പോഴും സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്, അല്ലേ? അല്ലേ? നമ്മളെ ആരെങ്കിലുമൊക്കെ എപ്പോഴും സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടുന്നവരാണ്. പക്ഷെ ഈ ലോകത്തിന് നമ്മളെ സഹായിക്കുന്നതിൽ പരിധിയുണ്ട്, അല്ലേ? പരിധിയില്ലേ? ഹല്ലേലൂയ. നിങ്ങൾക്ക് അസുഖം വരും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവും, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർ പറയും, ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന് നമ്മളെ സഹായിക്കുന്നതിൽ വലിയ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ സഹായകൻ അവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ, ഹല്ലേലൂയ, 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 ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിന് നിന്റെ വീട്ടിനകത്തെ ചെറിയ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലയോ? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്ന് ഉറപ്പിച്ചേ, ഇന്ന് പകൽ ഒന്ന് വിശ്വസിച്ചേ, എനിക്കൊരു നല്ല സഹായകനുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്. സർവശക്തനായ കർത്താവിനെ ആരാധിക്കുമ്പം സങ്കടത്തോടെ അല്ല ആരാധിക്കണ്ടേ. വചനം പറയുന്ന യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ. ഇന്ന് പകലിൽ തോറ്റ ഒരു കർത്താവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, പരാജയപ്പെട്ട ഒരു കർത്താവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവാകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മാ യഹോവ ഇന്നും അവനുണ്ട്. റാഫ
യഹോവ എന്നെ സൗഖ്യമാക്കും. ക്ഷമ യഹോവ ഇന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനായ കർത്താവിനെ സന്തോഷത്തോടെ ഹല്ലേലൂയ. യഹോവ എന്നെ സൗഖ്യമാക്കും. ക്ഷമ യഹോവ എന്നും അവനുണ്ട്. പാടിക റാഫ റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും. ക്ഷമ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താണ്. സർവശക്തനാണല്ലോ, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ല സാധ്യമായി. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാ. ശാലോം യഹോവ എന്റെ സമാധാനം. ആമേൻ. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ. സർവശക്തനാണല്ലോ, സർവശക്തനാണല്ലോ. സർവശക്തനാണല്ലോ. റോഹി ഓ റോഹി യഹോവ എന്റെ നല്ല ഇടയൻ. യഹോവ എനിക്കായി കരുതുന്നു. റോഹി യഹോവ എന്റെ നല്ല ഇടയൻ. ആമേൻ. യഹോവ എനിക്കായി കരുതുന്നു. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ. സന്തോഷത്തോടെ ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ, സർവശക്തനാണല്ലോ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ. ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ഓ എല്ലാ മുഴങ്കാലും
എല്ലാ മുഴങ്കാലും എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാമത്തിലും എല്ലാ മുഴങ്കാലും, ഓ എല്ലാ മുഴങ്കാലും, എല്ലാ മുഴങ്കാലും, ഒരിക്കൽ കൂടെ എല്ലാ നാമത്തിലും, ഓ എല്ലാ നാമത്തിലും, എല്ലാ നാമത്തിലും, എല്ലാ മുഴങ്കാലും, ഓ എല്ലാ മുഴങ്കാലും, വല്ലഭക്തം എല്ലാ മുഴങ്കാലും, ഓ എല്ലാ മുഴങ്കാലും, ഓ എല്ലാ മുഴങ്കാലും, എല്ലാ മുഴങ്കാലും, ഓ എല്ലാ മുഴങ്കാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നല്ല നാമത്തെ ഒന്ന് കരങ്ങളെയൊക്കെ തട്ടി ഒന്ന് ചേർത്ത് സന്തോഷത്തോടെ ഹല്ലേലൂയ.